അവരെ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ സ്കൈ വാക്ക് എന്ന പേരിൽ ഇവിടെ ഒരു ആകാശപാത നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ആകാശപാത കൊണ്ട് ഇവിടുത്തെ അധികാരികൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ യാത്രക്കാർ ഈ ശക്തൻ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ അവർ റോഡ് മുറിച്ച് കടക്കാതെ ഇതിലൂടെ കടന്നു പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ സ്റ്റെപ്പ് കയറി വരണം, അല്ലെങ്കിൽ ലിഫ്റ്റിലൂടെ കയറി വരണം. പക്ഷേ ആളുകൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ കയറാനല്ല ആളുകൾക്ക് താല്പര്യം. പകരം അവർ റോഡ് മുറിച്ച് കടക്കുക തന്നെയാണ്. ഇതിനു മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു 80% ആളുകൾ റോഡ് മുറിച്ചാണ് കടന്നിരുന്നത്. ബാക്കിയുള്ളവർ കുറച്ച് പേര് കൗതുകം കൊണ്ട് ഇതിലൂടെ പോകുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ കാമുകന്മാർ കോളേജിൽ, സ്കൂളിലെ, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അല്ലാതെയും പഠിക്കുന്നവരും പഠിക്കാത്തവരുമായിട്ടുള്ള കുറേ കാമുകന്മാർ അവരിവിടെ വന്നിട്ട് ചുംബിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ശൃംഗരിക്കുന്നു, അവരുടേതായ ലീലാവിലാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഒരു താവളമായിരുന്നു ഇത്. അവർക്കാണിത് കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് AC ആക്കിയിട്ടുണ്ട്, ശീതീകരിച്ച് ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. 71 കോടി രൂപയാണ് ഇതുകൊണ്ട് ചിലവഴിച്ചിരിക്കുന്നത്. 71 കോടി രൂപ കൊണ്ട് ശരിക്ക് ഇതിനേറ്റവും കൂടുതൽ അവർക്കാണ് കൂടുതൽ പ്രയോജനം ചെയ്യുക, യാത്രക്കാർക്കല്ല എന്ന് ഇതിനു മുമ്പ് തെളിഞ്ഞതാണ്. ഇനിയും അങ്ങനെ ആകാനാണ് സാധ്യത. അവരുടെ ഒരു വിഹാര ഭൂമിയായിരുന്നു ഇത്. അവർക്ക് ഇവിടെ വന്ന് ഒരുപാട് നേരം ഇവിടെ ഇരുന്നിട്ട് സാധാരണ സല്ലാപമൊന്നുമല്ല, അല്ലാത്ത കെട്ടിപ്പിടുത്തവും കുമ്പോക്കലും ഒക്കെ ആയിരുന്നു കൂടുതൽ ഇവിടെ നടന്നിരുന്നത്. റോട്ടിൽ നിന്ന് ചെയ്യുന്നേക്കാൾ ഇത്തിരി കൂടെ സൗകര്യം ഇവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇവിടെയാണ് ചേക്കേറിയിരുന്നത്. അപ്പോൾ ഇത് യാത്രക്കാർക്കല്ല കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഒന്നാണ്. ഇപ്പോൾ രണ്ടാമത് ഉദ്ഘാടനം ചെയ്യുന്നു, ഇത്തിരി കൂടി ശീതീകരിച്ചിട്ട്. അതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രത്യേകത. ഇതുകൊണ്ട് ഒരു സൈക്കിൾ പോലും ഇതിലൂടെ പോകില്ല, നടന്ന് കവർ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇവിടുത്തെ ഗതാഗത പ്രശ്നത്തിന് ഇതൊരിക്കലും ഒരു പരിഹാരമല്ല. ഗതാഗത ഇതൊരു കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നില്ല. പകരം ഒരു കൗതുകം എന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ഇതും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. തന്നെയുമല്ല, ഇതിൻ്റെ തൊട്ട് താഴെയാണ് ശക്തനിലെ പച്ചക്കറി മാർക്കറ്റ്. അവിടെ ഇപ്പോൾ ഒരു സമരം നടന്നിരുന്നു. ആ സമരം എന്ന് പറഞ്ഞാൽ അവർക്ക് ബാത്റൂം വേണം, മൂത്രമൊഴിക്കാനുള്ളൊരു സംവിധാനത്തെ പറഞ്ഞിട്ടാണ് ഒരു വായ്മൂടി കെട്ടി FIT എന്ന് പറഞ്ഞിട്ടൊരു തൊഴിലാളി സംഘടന കുറച്ച് നേരത്തെ അവരുടെ ഒരു സമരം ഉണ്ടായിരുന്നു. ഞാൻ പോയി അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഒരുക്കാതെയാണ് ഈ 71 കോടി രൂപയിൽ ഇത് ശീതീകരിച്ചിട്ടുള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളാണ് ആ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് വന്നു പോകുന്നത്. അവർക്കൊരു ബാത്റൂം പോലും ഒരുക്കാൻ ഇവിടുത്തെ കോർപ്പറേഷനോട് പറഞ്ഞിട്ട്, കൗൺസിലറോട് പറഞ്ഞിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു കോർപ്പറേഷനാണ് 71 കോടി രൂപ മുടക്കി ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പ്രാഥമിക അവകാശം, നിങ്ങൾ ശക്തൻ മാർക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്ന് പോകുന്നത്. ഒരു ബാത്റൂം പണിയാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തത്? എന്താ അപ്പോൾ ഇവർക്ക് ഈ 71 കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചത് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാ ഇപ്പോൾ അവിടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മാമാങ്കാണ്. മന്ത്രിമാർ, അതായത് MP രാജേഷ്, അതുപോലെ തന്നെ R ബിന്ദു, അതുപോലെ K രാജൻ, അങ്ങനെ കുറേ പുലികളാണ് അവിടെ ഉദ്ഘാടനത്തിന് മാമാങ്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 മന്ത്രിമാരാണ്. അപ്പോൾ അത്രക്കും കെങ്കേമായിട്ടാണ് ഇത് രണ്ടാമത് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഗതാഗത സംവിധാനത്തിലൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. ഒരു ഗുണവും ഇത് കാര്യമായിട്ട് ലഭിക്കുന്നില്ല. ഇത്ര കോടി രൂപ മുടക്കിയതിൻ്റെ ഒരു ഗുണമൊന്നും ഇതുകൊണ്ടുണ്ടാവുന്നില്ല. ആളുകൾക്ക് ഇതിൽ കയറി വന്നു പോകുമ്പോൾ ഒരു സൗകര്യം എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയല്ല അഭിപ്രായമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായമാണ് നല്ലതെങ്കിൽ നമ്മളത് സ്വീകരിക്കും. ഓക്കെ. ഇതിൽ ലിഫ്റ്റൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സംവിധാനത്തിൽ ലിഫ്റ്റൊക്കെ ആളുകൾക്ക് പടി കടന്നു വരേണ്ടതില്ല, ലിഫ്റ്റിലൂടെ കയറി വരാം എന്നാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സൗകര്യം.